സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8:11 തിരുവചനം. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായം 1 മുതൽ 11 വരെ നാം പഠിച്ചാൽ അതിൽ 11 തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ഇവിടെ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തൻ്റെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ഒരു ദിവസം കുറേ പേർ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. തുടർന്ന് അവർ ആ സ്ത്രീയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് യേശുവിനോട് പറയുന്നു, ഈ സ്ത്രീ ന്യായപ്രമാണപ്രകാരം അഥവാ പഴയ നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ഒരു മഹാപാപം ചെയ്തവളാണ്. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു? ഇത് കേട്ട യേശു ആ സമയം കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്ത്രീയെ കൊണ്ടുവന്ന ഈ കുറ്റാരോപിതർ പറഞ്ഞ ഈ കുറ്റാരോപണം കേട്ട് യേശു നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യമായി അഥവാ ഒന്നാമതായി ഇവളെ കല്ലെറിയുവാൻ ആജ്ഞാപിക്കുകയാണ്. തുടർന്ന് യേശു വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഈ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന കുറ്റാരോപിതർ യേശുവിൻ്റെ മറുപടി കേട്ട് ആശ്ചര്യപ്പെട്ട് അവളെ കല്ലെറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ അവിടെ ഉപേക്ഷിച്ച് ഓടിപ്പോവുകയാണ്. യേശു ആ സ്ത്രീയെ നോക്കി, സ്ത്രീയെ, അവർ എവിടെ? ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നാം വായിച്ചു കേട്ട വചനം അന്വർത്ഥമാകുന്നത്. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, എന്നാൽ ഇനിമേൽ പാപം ചെയ്യരുത് എന്നുള്ള യേശുവിൻ്റെ ആജ്ഞ. ഇവിടെ ഈ സന്ദേശത്തിലൂടെ നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവം നൽകുന്ന ചിന്ത ഒന്ന്, കുറ്റാരോപിതർ ഒരു കൂട്ടം നാം കാണുന്നു. എന്നാൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ യേശു ഒരവസരം കൊടുക്കുമ്പോൾ അവർ ഈ സ്ത്രീയേക്കാൾ കുറ്റക്കാരാണെന്നുള്ള ആ ഒരു ബോധ്യം അവർ തിരിച്ചറിഞ്ഞ് അവർ ഈ സ്ത്രീയെ ശിക്ഷിക്കാതെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി ഇവിടെ നാം കാണുന്നത്, അവളെ ശിക്ഷിക്കുവാൻ പ്രാപ്തിയുള്ള ദൈവപുത്രൻ യേശു അവളെ ശിക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് മാത്രമാണ് പാപികളെ ന്യായം വിധിക്കുവാൻ, ശിക്ഷിക്കുവാൻ അധികാരമുള്ളത്. അങ്ങനെയുള്ള ദൈവമാണ് യേശു. ആ യേശു അവളെ ശിക്ഷിക്കുന്നില്ല, അവളെ വെറുതെ വിടുകയാണ്.
അഥവാ അവൾക്ക് പാപമോചനം നൽകുന്നു എന്ന് അർത്ഥം. അവസാനമായി നാം ഈ സന്ദേശത്തിൽ കാണുന്നത് പാപിനിയായ അഥവാ പാപത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീക്ക് യേശു മോചനം നൽകുന്നതോടൊപ്പം ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നു. ആ മുന്നറിയിപ്പ് ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും അഥവാ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏതൊരു പാപിക്കും ദൈവം പാപമോചനം നൽകും. ഒപ്പം ഈ ഒരു കൽപ്പനയും ദൈവം നൽകുന്നതാണ്. ആ കൽപ്പന പാപമോചനം പ്രാപിച്ച നാം ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ്. ആമേൻ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ഉള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ.